കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരത്തിൻ്റെ മൂന്നാം ദിനം ഫോളോ ഓൺ ഭീഷണിയിലാണ് ലങ്ക ബാറ്റിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. മഴയെ തുടർന്ന് മത്സരം നേരത്തെ തന്നെ നിർത്തിവെച്ചെങ്കിലും ലങ്കയുടെ ചെറുത്തുനിൽപ്പ് മത്സരത്തിൽ കണ്ടു. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സായ 503 റൺസിന് മറുപടിയായി ലങ്ക ഒന്നാം ഇന്നിംഗ്സിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 265 റൺസാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനെ മറികടക്കാൻ ലങ്കയ്ക്ക് ഇനി 238 റൺസും ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കാൻ 39 റൺസുമാണ് വേണ്ടത്. 3 വിക്കറ്റ് വീതം നേടിയ പ്രസിദ്ധ് കൃഷ്ണയും മാനവ് സുധാനോടും ഒപ്പം ഓരോ വിക്കറ്റ് നേടി മുഹമ്മദ് സിറാജും രവീന്ദ്ര ജഡേജയും ബൗളിങ്ങിൽ പങ്കാളികളായി തീർന്നു. മത്സരം ഇപ്പോഴും ഇന്ത്യയുടെ കൈപ്പിടി തന്നെയാണ്. ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റായ ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിയുടെ ബൗളിംഗ് വിസ്മയം. നോർത്ത് ഈസ്റ്റ് സോണിനെതിരെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് സോണിൻ്റെ വൈസ് ക്യാപ്റ്റനും കൂടെയായ വൈഭവ് 2 വിക്കറ്റാണ് നേടിയത്. ബാറ്റിങ്ങിൽ തിളങ്ങാതെ പോയതിൻ്റെ ക്ഷീണം വൈഭവ് ബൗളിങ്ങിൽ തീർക്കുകയായിരുന്നു. ബാറ്റിങ്ങിൽ 6 പന്തുകളിൽ നിന്നും 8 റൺസാണ് താരം നേടിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനും തൃശൂർ ടൈറ്റൻസിനും വിജയം. ആലപ്പി റിപ്പിൾസിനെതിരെ നടന്ന മത്സരത്തിൽ കൊല്ലം 6 വിക്കറ്റിൻ്റെ വിജയമാണ് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് മുഹമ്മദ് അസറുദ്ദീൻ്റെ തകർപ്പൻ സെഞ്ചുറി കരുത്തിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് നേടിയപ്പോൾ 18ാം ഓവറിൽ തന്നെ കൊല്ലം വിജയ റൺ മറികടന്നു. സീസണിൽ കൊല്ലത്തിൻ്റെ ആദ്യ വിജയമാണ് ഇത്. മറ്റൊരു മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ട് തൃശൂർ ടൈറ്റൻസ് വിജയിച്ചു.